പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പൊന്നുതമ്പുരാനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആരാധനയുടെ മണിക്കൂറിൽ അവിടുന്ന് ഞങ്ങൾക്ക് അയച്ചു വരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ വലിയൊരു സ്നേഹമാണപ്പാ ഇപ്പോൾ അവിടുത്തെ തിരുമുമ്പിലായിരിക്കുന്നത്. അവിടുത്തെ കാരുണ്യത്തിന്റെ നിലയ്ക്കാത്ത സ്നേഹം ഞങ്ങളിലേക്ക് ഒരു ചാല് പോലെ അവിടെ നിന്ന് ഒഴുകി ഇറങ്ങുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. കാൽവരിയിലെ മരക്കുരിശിൽ അവിടുന്ന് രക്തം ചീന്തി തന്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകിയല്ലോ. ആത്മാവിന്റെ ഭോജനമായ തിരുരക്തയോർത്ത് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഈശോയെ, ഇന്നീ നിമിഷം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൃപ ഞങ്ങളിലേക്ക് ഇറക്കണമേ. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധ അമ്മയുടെ മേലും തന്റെ വത്സല അപ്പസ്തോലന്മാരുടെ മേലും ഇറങ്ങി വന്ന പരിശുദ്ധ റൂഹ ഇന്നീ നിമിഷം ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരണമേ. പിതാവേ, അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ നിലയ്ക്കാത്ത സ്നേഹത്തിന്റെ വലയത്തിൽ ഞങ്ങളെ പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണമേ. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്കായി അവിടുന്ന് തന്നെ തന്നെ താഴ്ത്തി തന്റെ ആത്മാവിനെ പാതാളത്തോളം താഴ്ത്തി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏറ്റവും എളിമയോടും ഏറ്റവും സ്നേഹത്തോടും കൂടെ തമ്പുരാൻ ഈശോ മിശിഹ പിതാവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു. അവസാന നിമിഷം അനുദപിക്കുന്നവരോട് പോലും കാരുണ്യം കാണിക്കുന്ന ഈശോ, മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് പാപത്തിന്റെ വഴിയിൽ നീ സഞ്ചരിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ട് എന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവാൻ നിന്നെ മാടി വിളിക്കുന്ന ഈശോ, സ്വർഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വീതി ഇടുങ്ങിയതുമാണെന്ന് അരുൾ ചെയ്ത തമ്പുരാനെ, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരുവാനും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിൽ അവിടുത്തെ കാണുവാനും വിശുദ്ധരോടും മലാഹമാരോടും കൂടെ അവിടുത്തെ എന്നെന്നും പാടി സ്തുതിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ.
ഈ നിമിഷം പ്രത്യേകമായിട്ട് പരിശുദ്ധ റൂഹായുടെ സഹവാസത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ നിന്നും മാമോദിസ വേളയിൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഈ നിമിഷം അഗ്നിയായി നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലേക്ക് അവിടുന്ന് ഇറങ്ങി വരും. പ്രാർത്ഥിക്കാം. ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി എന്നിൽ നിറഞ്ഞിടണേ. രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി എന്നിൽ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമായി മാകും. ഈശോയെ, അവിടുത്തെ കൃപയല്ലാതെ ഞാനൊന്നുമല്ല. അവിടുത്തെ അനുഗ്രഹമില്ലാതെ എനിക്കൊന്നുമില്ല. അവിടുത്തെ അഭിഷേകത്താൽ, അവിടുത്തെ കൃപയുടെ മുദ്രയാൽ എന്നെ മഹത്വം അണിയിക്കണേ. ഭൂമിയിൽ ഞാൻ അങ്ങേ ഏറ്റുപറയും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ മുൻപിൽ കർത്താവ് എന്നെ ഏറ്റുപറയുമെന്ന്
തികഞ്ഞ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ തന്നെ ഏറ്റുപറയുന്നവനെ പിതാവിന്റെ മുമ്പിൽ ഏറ്റുപറയുന്ന കർത്താവ് ഈശോ മിശിഹായാണ് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് കാണിച്ചു തരുന്നത്. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്. നീതിമാൻ അതിലോടിക്കേറി സുരക്ഷിതമായി കഴിയുന്നു. കർത്താവിന്റെ ഹൃദയത്തിലേക്ക് ഓടിക്കേറി അവിടുത്തെ സ്നേഹവലയത്തിലേക്ക് ഓടിക്കേറി അവിടെ സുരക്ഷിതമായി കഴിയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകസത്യ ദൈവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ പ്രാപിക്കാനായി ഏകസത്യ ദൈവമായ അവിടുത്തെ അറിയുകയും അവിടുന്നാണ് യേശു ക്രിസ്തുവിനെ അയച്ചതെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിന്റെ സർവശക്തനായ പിതാവ് നിനക്ക് തരുമെന്ന് നീ വിശ്വസിക്കണം. ആ വിശ്വാസം നിനക്കുണ്ടെങ്കിൽ സത്യമായും നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. അവിടുന്ന് മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യനെ, അതായത് പാപിയും ബലഹീനരുമായ മനുഷ്യനെ ഇതുപോലെ സ്നേഹിച്ചൊരു ദൈവം. ഈ സ്നേഹത്തിന് പകരമായി നന്ദിയല്ലാതെ മറ്റെന്താണ് കൊടുക്കാനുള്ളത്? അവസാന നിമിഷം പോലും നമുക്കായി അവിടുന്ന് പരിശുദ്ധ അമ്മയെ വരെ മാധ്യസ്ഥമായി നൽകി. യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്നും അമ്മയോട് ഇതാ നിന്റെ മകൻ എന്നും അവിടുന്ന് പറഞ്ഞ് ലോകത്തിന് മുഴുവനായും അവിടുന്ന് തന്റെ അമ്മയെ നൽകി. പരിശുദ്ധ അമ്മ ഈശോയെ സ്നേഹിച്ചതുപോലെയും ഈശോ പരിശുദ്ധ അമ്മയെ സ്നേഹിച്ചതുപോലെയും സ്നേഹിക്കാൻ പറ്റുന്ന സ്നേഹം, ആ സ്നേഹത്തിന്റെ വലയത്തിലായിരിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. 10 കൽപ്പനകൾ 2 സംഹരിച്ച് തന്നെ പോലെ തന്നെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് അവിടുന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ സഹോദരനെ സ്നേഹിക്കുവാനും സഹോദരന്റെ ആവശ്യങ്ങളിൽ അവിടുത്തെ സഹായിക്കുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്. ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. എപ്പോഴും ഈശോയോടൊപ്പം പ്രാർത്ഥിക്കുവാനും എപ്പോഴും അവിടുത്തോടു കൂടെ ആയിരിക്കാനും സാധിക്കുന്നതാണ് ദൈവികത. ഈശോയെ ഉള്ളു തുറന്ന് സ്നേഹിക്കുവാനും അവിടുത്തോടൊപ്പം സംസാരിക്കുവാനും നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുവാനുള്ള സമയം. നീ അറിയാതെ തന്നെ നിന്റെ വിഷമങ്ങൾ പരിഹരിച്ചു തരുന്ന ദൈവം, നീ പറയാതെ തന്നെ നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം.
നിനക്കായി നിന്റെ ജീവിതത്തിലെല്ലാം ഒരുക്കി വെക്കുന്ന ദൈവം, നിന്നെ തന്റെ ഉള്ളം കയ്യിൽ കാത്തു പരിപാലിക്കുന്ന ദൈവം, ദുഷ്ടന്റെ കെണിയിൽ നിന്നും നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം, നിനക്കായി രക്ഷ വാഗ്ദാനം ചെയ്ത ദൈവം, ഓരോ ദിവസവും കൊടാനുകോടി ബലിവേദികളിൽ അവിടുന്ന് ബലിയായി മാറുമ്പോൾ നീ ഓർക്കണം, അവിടുന്ന് ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയാണ്. അവിടുന്ന് കാൽവരിയിൽ യാഗമായത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ സ്നേഹത്തിൽ, നിന്റെ തണലിൽ, അവിടുത്തെ പ്രത്യേകമാം സംരക്ഷണയിലായിരിക്കുമ്പോൾ, പിതാവിന്റെ തണലിൽ, അവിടുത്തെ രക്ഷയുടെ വാഗ്ദാനത്തിൽ, ഈശോയെ നിന്നെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഹൃദയവിശുദ്ധിയോടെയും വിശുദ്ധ വിചാരങ്ങളോടെയും സർവശക്തനായ ദൈവത്തെ പാടി സ്തുതിക്കാം. ആരാധിക്കുമ്പോൾ വീടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാനം സന്തോഷം ദാനമായി നാഥൻ നൽകിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്ക് സൗഖ്യമായി. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും രോഗിക്കു സൗഖ്യമായി. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. ഓ ഈശോയെ, അങ്ങേ സ്നേഹിക്കുന്നവരുടെ നിത്യമാധുര്യമേ, എല്ലാ അഭിലാഷത്തെയും ആനന്ദത്തെയും കാൾ വലിയ ആനന്ദമേ, എല്ലാ പാപികളും അവിടുത്തെ പ്രത്യാശ വയ്ക്കുന്നു. മനുഷ്യർക്ക് അങ്ങേക്കാൾ ഉന്നതമായ മറ്റൊരു ലക്ഷ്യവുമില്ലെന്ന് പഠിപ്പിച്ചവനെ, മനുഷ്യകുലത്തോടുള്ള സ്നേഹത്താൽ കാലത്തിന്റെ തികവിൽ മനുഷ്യപ്രകൃതി പോലും സ്വീകരിച്ചുകൊണ്ട്
മനുഷ്യരുടെ ഇടയിലായിരിക്കുക എന്നതിലും വലിയ ആഗ്രഹമില്ലെന്ന് തെളിയിച്ചവനെ, അങ്ങയുടെ ജനനം മുതൽ പ്രത്യേകിച്ച് അവിടുത്തെ പീഡാനുഭവ വേളയിൽ അനുഭവിച്ച എല്ലാ സഹനങ്ങളും ഈ നിമിഷം ഞങ്ങൾ ധ്യാനിക്കുന്നു. എന്തെന്നാൽ അവ അനാദി മുതലേ പരിശുദ്ധ ത്രിത്യേക ദൈവിക പദ്ധതിയാൽ നിശ്ചയിക്കപ്പെട്ടതും അഭിഷേകിക്കപ്പെട്ടതുമാണല്ലോ. ഒടുവിലത്തെ അത്താഴ സമയത്ത് അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകിയ ശേഷം അങ്ങയുടെ അമൂല്യ ശരീരവും തിരുരക്തവും അവർക്ക് നൽകുകയും അവരെ സ്നേഹപൂർവം ആശ്വസിപ്പിക്കുകയും തനിക്ക് വരുവാൻ പോകുന്ന പീഡാനുഭവത്തെ പറ്റി അവരോട് പ്രവചിക്കുകയും ചെയ്തത് ഞങ്ങൾ ധ്യാനിക്കുന്നു. എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിൽ അങ്ങ് അനുഭവിച്ച കൈപ്പേറിയ ദുഃഖത്തിന്റെ കാര്യം ഞങ്ങൾ ഈ നിമിഷം അനുസ്മരിക്കുന്നു. ക്രൂശിതനാകുന്നതിന് മുമ്പ് രക്തം വേർത്തുകൊണ്ട് 3 പ്രാവശ്യം പ്രാർത്ഥിച്ച ശേഷം സ്വശിഷ്യനായ യൂദാസിനാൽ വഞ്ചിക്കപ്പെട്ടപ്പോഴും താൻ തിരഞ്ഞെടുത്തുയർത്തിയ ജനതയാൽ തന്നെ ബന്ധിതനാക്കപ്പെട്ടപ്പോഴും കള്ളസാക്ഷികളാൽ ആരോപിതനായപ്പോഴും യൗവനത്തിൽ തന്നെ പവിത്ര പെസഹാകാലത്ത് 3 ന്യായാധിപന്മാരാൽ അന്യായമായി വിധിക്കപ്പെട്ടപ്പോഴും അങ്ങനുഭവിച്ച എല്ലാ ഭയവും വേദനയും ഉത്കണ്ഠയും ഞാൻ ഓർക്കുന്നു. വസ്ത്രം ഉരിഞ്ഞെടുക്കപ്പെട്ടതും പരിഹാസ നിന്ദനങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടതും കണ്ണുകളും മുഖവും മൂടിക്കെട്ടി അടയ്ക്കപ്പെട്ടതും മുൾമുടി അണിയിച്ചതും കയ്യിൽ ഞാങ്ങണ പിടിപ്പിച്ചതും ഇടിച്ചതും ഞെരുക്കപ്പെട്ടതും ആക്ഷേപകാരങ്ങളാൽ അങ്ങ് മൂടപ്പെട്ടതും ഓർമ്മിക്കുന്നു. കുരിശിലെ പീഡാനുഭവത്തിനു മുമ്പായി അങ്ങ് അനുഭവിച്ച ഈ സഹനങ്ങളെല്ലാം, അവിടുത്തെ വേദനകളെല്ലാം ഞങ്ങൾ അനുസ്മരിക്കുന്നു. ഞങ്ങളുടെ മരണത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും യഥാർത്ഥ പശ്ചാത്താപവും ആത്മാർത്ഥവും പൂർണ്ണമായ കുമ്പസാരവും ആത്മസംതൃപ്തിയും എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മോചനവും അവിടുത്തെ പിതാവിൽ നിന്നും അനുവദിച്ചു തരണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ ഈശോയെ, മലാഹമാരുടെ യഥാർത്ഥ സ്വാതന്ത്ര്യമേ, ആനന്ദങ്ങളുടെ പ്രതീസായേ, ശത്രുക്കൾ ഉഗ്രസിംഹങ്ങളെ പോലെ അങ്ങേ വളഞ്ഞ് അനേകായിരം തവണ തുപ്പുകയും നിന്ദിക്കുകയും അടിക്കുകയും മുറിപ്പെടുത്തുകയും കേട്ടിട്ടില്ലാത്ത മറ്റനവധി ക്രൂരതകളാൽ കാട്ടുകയും ചെയ്ത് യഥേഷ്ടം പീഡിപ്പിച്ചപ്പോൾ അങ്ങനുഭവിച്ച വിഷാദവും കൊടും ഭീതിയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. ഈ പീഡനങ്ങളും നിന്ദനങ്ങളും പരിഗണിച്ച് ദൃശ്യവും അദൃശ്യവുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും മോചിപ്പിച്ച് അങ്ങയുടെ സംരക്ഷണത്തിലൂടെ നിത്യരക്ഷയുടെ പൂർണ്ണതയിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കണമെന്ന് ഞങ്ങളുടെ രക്ഷക അങ്ങയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. കാൽവരിയിൽ അവിടുന്ന് നമുക്ക് വേണ്ടി മുറിച്ചു നൽകിയ തിരുശരീരത്തിന്റെയും നമുക്ക് വേണ്ടി ചിന്തിത്തന്ന തിരുരക്തത്തിന്റെയും വലിയൊരു ശക്തി നമ്മുടെ മേലുണ്ടാകുവാനായി ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവേ, ഒന്നിനാലും പരിമിതപ്പെടുത്തുവാൻ കഴിയാത്തവനെ, എല്ലാറ്റിനെയും അങ്ങയുടെ സ്നേഹശക്തിയാൽ വലയം ചെയ്തിരിക്കുന്നവനെ, യഹൂദർ അങ്ങയുടെ പരിശുദ്ധ കരങ്ങളും കാൽപാദങ്ങളും
കുരിശിനോട് ചേർത്ത് വെച്ച് വലിയ കൂർത്ത ആണികൾ വീണ്ടും വീണ്ടും അടിച്ചു കയറ്റുകയും തങ്ങളുടെ രോഷം അടക്കാൻ മാത്രം അങ്ങ് പരവശനമില്ലെന്ന് കണ്ട് അവർ അങ്ങയുടെ മുറിവുകൾ വലുതാക്കുകയും വേദനയ്ക്കും മീതെ വേദന നൽകുകയും അവർണ്യമായ ക്രൂരതയോട് അങ്ങയുടെ ശരീരം കുരിശിൽ വലിച്ചു നീട്ടുകയും എല്ലാ വശത്തേക്കും വലിച്ച് അവയവങ്ങളുടെ സ്ഥാനം തെറ്റുകയും ചെയ്തപ്പോൾ അങ്ങ് സഹിച്ച കടുത്ത വേദന ഞങ്ങൾ ധ്യാനിക്കുന്നു. കുരിശിലെ ഈ സ്നേഹനിർഭയമായ സഹനത്തിന്റെ പ്രത്യേകമായ ഓർമ്മയിൽ അങ്ങയെ സ്നേഹിക്കുവാനും ഭയപ്പെടുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. അവിടുത്തെ വലിയൊരു സ്നേഹത്തിൽ, അവിടുത്തെ വലിയൊരു കാരുണ്യത്തിൽ ഞങ്ങൾ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കണമേ. നിത്യ തേജസ്സിന്റെ തർപ്പണമേ, ഏറ്റവും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന പിതാവേ, കാരുണ്യത്തിന്റെ പറ്റാത്ത ചിലതാരെ, ഹൃദയത്തിന്റെ മാധുര്യമേ, ആത്മാവിന്റെ ആനന്ദമേ, ഉദാത്ത നന്മേ, മനസ്സിന്റെ സന്തോഷമേ, സത്യത്തിന്റെ ദർപ്പണമേ, ഐക്യത്തിന്റെ പ്രതീകമേ, എല്ലാറ്റിന്റെയും തുടക്കവും ഒടുക്കവുമായിട്ടുള്ളവനെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ തിരുമണിക്കൂറിൽ ഈശോയുടെ പീഡാനുഭവത്തെ പറ്റി നമുക്ക് ധ്യാനിക്കാം. നമുക്ക് വേണ്ടി യാഗമായ ദൈവം, നമുക്ക് വേണ്ടി കാൽവരിയിൽ മുറിക്കപ്പെട്ട ദൈവം, നമുക്ക് വേണ്ടി കാൽവരിയിൽ രക്തമൊഴുക്കിയ ദൈവം, ഒരു മനുഷ്യന് നൽകാനും കഴിയുന്നതിനപ്പുറമാണ് നിന്റെ ദൈവം നിനക്കായിട്ട് നൽകിയത്. അത്രയധികം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. തളരരുത്, പതറരുത്, കരയരുത്. നിന്നെ താങ്ങാനും നിനക്ക് തണലാകാനും നിന്നെ കൈപിടിച്ചുയർത്തുവാനും നിനക്കൊരു ദൈവമുണ്ട്. സത്യമായും നീ വിശ്വസിക്കണം. നിന്റെ സ്നേഹത്തിൽ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും നിന്റെ പൂർണ്ണ മനസ്സോടും കൂടെ നീ ദൈവത്തെ സ്തുതിച്ചാരാധിക്കുമ്പോൾ അവിടുന്ന് സത്യമായും നിന്റെ വിളി കേൾക്കും. ഈ നിമിഷം പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് പാടിപ്പുകഴ്ത്താം. സത്യനായകാ മുക്തിദായകാ പുൽത്തൊഴും തിൻ പുളകമായ സ്നേഹഗായകാ ശ്രീയേശുനായകാ സത്യനായകാ മുക്തിദായകാ പുൽത്തൊഴും തിൻ പുളകമായ സ്നേഹഗായകാ ശ്രീയേശുനായകാ
കാൽവരിയിൽ പൂത്തുലഞ്ഞ രക്തപുഷ്പമേ, കാലത്തിൻ്റെ കവിതയായ കനകതാരമേ, നിന്നൊളി കണ്ടുണർന്നിടാത്ത കണ്ണു കണ്ണാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ, നിന്റെ കീർത്തി കേട്ടിടാത്ത കാതു കാതാണോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക. അന്വേഷിച്ചാൽ കണ്ടെത്തിയിടും പുണ്യതീർത്ഥമേ, സാഗരത്തിൻ തിരയെ വന്ന കർമ്മകാണ്ഡമേ, നിൻ കഥ കേട്ടലിഞ്ഞിടാത്ത മനം മനമാണോ, നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ, നിന്റെ രാജ്യം വന്നു ചേരും പുലരിയെന്നാണോ. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശു നായക, ശ്രീയേശു നായക. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 38 മുതലുള്ള വാക്യങ്ങൾ. യേശു വീണ്ടും നെടുവേർപ്പെട്ടുകൊണ്ട് ശവകുടീരത്തിന്റെ അരികിൽ ചെന്നു. അതൊരു ഗുഹയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവേൻ. മരിച്ച ആളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഈശോ മർത്തായോട് പറഞ്ഞ ആ കാര്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന്
ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തോ പിതാവ് പുത്രനിൽ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. അവിടുന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടതെല്ലാം സ്വർഗസ്ഥനായ പിതാവിന്റെ മഹത്വത്തിനായി പുത്രനിലൂടെ പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താൽ അവിടുന്ന് പ്രവർത്തിച്ചു. ആ അഭിഷേകം ഇന്ന് ഈ നിമിഷം നമ്മൾ ഓരോരുത്തരിലും ഒന്ന് നിറയും. വിശ്വസിച്ചവൻ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ഈശോ മർത്തായോട് പറഞ്ഞ ഈ കാര്യം നമ്മുടെ വിഷമങ്ങളിലും നമ്മുടെ ആകുലതകളിലും നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ബുദ്ധിമുട്ടുകളിലും നമ്മൾ ഓരോരുത്തരും ഓർക്കണം. അവിടുന്ന് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും സങ്കടപ്പെട്ടു പോകുവാനോ തകർന്നു പോകുവാനോ ദുഃഖിതരാകുവാനോ അവിടുന്ന് അനുവദിക്കുകയില്ല. കാരണം തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യനായ നമ്മൾ ഓരോരുത്തരെയും, വെറും മണ്ണായ നമ്മൾ ഓരോരുത്തരെയും, ബലഹീനരും അയോഗ്യരും പാപികളായ നമ്മൾ ഓരോരുത്തരെയും പിതാവായ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാവുന്നതിനും അപ്പുറമായിരുന്നു അവിടുത്തെ സ്നേഹം. മനുഷ്യന് വേണ്ടി തൻ്റെ സൃഷ്ടികർമ്മത്തിൽ എല്ലാം സൃഷ്ടിച്ച് ഏറ്റവും അവസാനം അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. എല്ലാ മനുഷ്യന് പ്രയോജനപ്പെടുത്താൻ തക്കവിധം പരിശുദ്ധനായ പിതാവ് എല്ലാം ക്രമപ്പെടുത്തി. അതാണ് പിതാവിന് മനുഷ്യനോടുള്ള സ്നേഹം. യേശു ക്രിസ്തു വഴി അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. യേശു ക്രിസ്തുവിനാൽ കൃപയാലും ആബാ പിതാവിന്റെ സ്നേഹത്താലും പരിശുദ്ധ റൂഹായുടെ സഹവാസത്താലും നമ്മളെല്ലാവരെയും അവിടുന്ന് അഭിഷേകം ചെയ്തു. മാമോദിസ വേളയിൽ സ്വർഗം തുറന്നിറങ്ങി വന്നതുപോലെ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ നിറഞ്ഞിറങ്ങി വന്നതുപോലെ പെന്തക്കോസ്ത നാളിൽ അഗ്നിയായി ഇറങ്ങി വന്നതുപോലെ ഈ നിമിഷം നമ്മൾ ഓരോരുത്തരുടെ മേലും ഇറങ്ങി വരും. സത്യമായി ഞാൻ പറയുന്നു, മനുഷ്യ നീ മണ്ണാണ്. മണ്ണിനോട് ചേരും മുൻപേ നിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുക. മണ്ണിനോട് ചേരും മുമ്പേ നിന്നെ രൂപപ്പെടുത്തിയ, നിനക്കായി എല്ലാം ക്രമീകരിച്ച നിന്റെ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുക. നിന്നെ നിന്റെ ഉള്ളം കൈയിൽ കാത്തു സൂക്ഷിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പാ, ആ വലിയൊരു സ്നേഹത്തിന് എന്നും ഞങ്ങൾ അവിടുത്തോട് നന്ദിയുള്ളവരാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നാമാണ് യേശു എന്ന നാമം ഉച്ചരിക്കേണ്ടത്. യേശു എന്ന നാമം ഉച്ചരിക്കുന്ന ഒരുവനെ പോലും അവിടുന്ന് തള്ളിക്കളയുകയില്ല. വിശ്വസിക്കാം. ഏറെ സ്നേഹത്തോടെ, ഏറെ ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം നമ്മുടെ ദൈവത്തെ പാടി പുകഴ്ത്താം.
ഒരു നുള്ളു സ്നേഹം കൊണ്ട് ഹൃദയമാകുന്ന കടൽ നിറച്ച ദൈവം, കാനായിലും മരുഭൂമിയിലും പിതാവിന്റെ മഹത്വത്തിനായി അത്ഭുതം കാണിച്ച ദൈവം, അവിടുത്തെ മുഖം ദർശിക്കാനായി ആഗ്രഹത്തോടെയും അതിയായ സന്തോഷത്തോടെയും കാത്തിരിക്കുന്ന ഈ ആരാധന സമൂഹത്തിന്റെ മുൻപിൽ ക്രോവേന്മാരോടും സഭയന്മാരോടും ചേർന്ന് പരിശുദ്ധനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ, ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. കണ്ണീരെല്ലാം കാണിക്കയായി നിൻ മുന്നിൽ നിൽക്കുന്നു ഞാൻ. നിന്റെ സ്നേഹം അലിവോടെ നീ എന്നുള്ളിൽ ചൊരിയണമേ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. കാനായിലും മരുഭൂവിലും നിൻ പാദസ്പർശനം വരദാനമായി. മനതാരിലും മിഴിനീരിലും നിൻ മുഖദർശനം ആമോദമായി. ശോകക്കാറ്റിൽ ഞാൻ നീറിടുമ്പോൾ നീയൊന്നു താലോലിക്കൂ, നീയൊന്നു താലോലിക്കൂ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. ഈ ഭൂമിയിൽ ഇഴയുന്നു ഞാൻ, ജീവിതഭാരം തോളിലേറ്റി. ആരാരുമില്ല ആശ്വാസമായി നിൽക്കുന്നു ദൂരെ തണലായി നീ. ഈ യാത്രയിൽ വഴി തെളിക്കൂ, വീഴാതെ വെളിച്ചമേകൂ, വീഴാതെ വെളിച്ചമേകൂ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. കണ്ണീരെല്ലാം കാണിക്കയായി നിൻ മുൻപിൽ നിൽക്കുന്നു ഞാൻ. നിന്റെ സ്നേഹം അലിവോടെ നീ എന്നുള്ളിൽ ചൊരിയണമേ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര എന്നെ തൊടുമോ. ഒരു നുള്ളു സ്നേഹം തരുമോ, ഒരു മാത്ര
ദൈവജ്ഞാനത്തിന്റെ സിംഹാസനവും സ്വർഗീയ അറിവിന്റെ സക്രാരിയും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൂര്യ തേജസ്സുമായ ഈശോയുടെ തിരുശിരസിൽ നിന്നൊഴുകുന്ന ഏറ്റവും വിലയേറിയ തിരുരക്തം, അവിടുത്തെ തിരുരക്തത്തിന്റെ വലിയൊരു കൃപയാലും കരുണയാലും നമ്മൾ ഓരോരുത്തരെയും പൊതിഞ്ഞ് കാത്തു സൂക്ഷിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അവിടുത്തെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തിട്ടുള്ളതുപോലെ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു അടുത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പിതാവേ, അവിടുത്തെ നാമത്തിൽ അവിടുത്തെ ആരാധിക്കുവാനായി പാപികളും ബലഹീനരും അയോഗ്യരുമായ ഈ ദാസർ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്നും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. അവിടുത്തെ അറിയുവാനും അവിടുത്തെ സ്നേഹിക്കുവാനും പരിശുദ്ധനായ പിതാവിനെ എന്നെന്നും ആരാധിക്കുവാനും അവിടുത്തോട് നന്ദിയുള്ളവരായിരിക്കുവാനുള്ള വലിയൊരു കൃപ ഈ നിമിഷം ഞങ്ങൾ ഓരോരുത്തരിലും അവിടുന്ന് നിക്ഷേപിക്കണമേ. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ ഉള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്കൊരു പാത്രം വെള്ളം കുടിക്കുവാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയായിരുന്നു ഈശോ മിശിഹ. അവസാന നിമിഷം പോലും തന്റെ സഹോദരനായ യോഹന്നാന്, തന്റെ വത്സല അപ്പസ്തോലനായ യോഹന്നാന് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി നൽകി. യേശുവിനുണ്ടായിരുന്ന ആ സഹോദര സ്നേഹവും ആ നന്മയും നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം. കൂടെയുള്ള സഹോദരൻ യേശുവിനെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുന്ന നന്മയെല്ലാം ചെയ്യുന്ന ഉള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ ഒഴുക്കിയ തിരുരക്തത്തിന്റെ ഓരോ തുള്ളി തിരുരക്തത്തിലും കടലോളം സ്നേഹം നിറച്ച തമ്പുരാൻ, ഒരു തുള്ളി മുന്തിരിച്ചാറിൽ അവിടുന്ന് കടലോളം സ്നേഹം നിറച്ച് വിശുദ്ധ കുർബാനയിൽ നമുക്കെല്ലാവർക്കും പ്രത്യേകമാം നിന്റെ പേര് വിളിച്ച് നിനക്ക് നൽകുകയാണ്. നിന്ദിക്കരുത്, മറക്കരുത്, അവഗണിക്കരുത്. ദാനമായി നൽകിയത് അവഗണിക്കുന്നത് ദാനം നൽകുന്ന ദാതാവിനെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയതൊന്നും മനുഷ്യ നീ അവഗണിക്കരുത്. അവിടുന്ന് ദാനമായി നൽകിയതെല്ലാം ദാനമായി തന്നെ നീ മറ്റുള്ളവർക്ക് കൊടുക്കണം. അവിടുന്ന് നിനക്ക് നൽകിയ എല്ലാ കൃപകളും, അവിടുന്ന് നിനക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും നീ മറ്റുള്ളവരിലേക്ക് സഹോദര സ്നേഹത്താൽ പങ്കുവെക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും പിതാവിനോട് നന്ദിയുള്ളവരായിരിക്കാം. നീ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളതാണ്. കാരണം നിന്നെ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അറിയുകയും വിശുദ്ധീകരിക്കുകയും അവിടുത്തെ ഉള്ളം കൈയിൽ നിന്നെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന
ദൈവത്തോട് എന്നും നന്ദിയുള്ളവരായിരിക്കാം. കാൽവരിയുടെ കണ്ണുനീരിന്റെ താഴ്വരയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തെ ക്രോവേന്മാരോടും സഫേന്മാരോടും ചേർന്ന് പാടിപ്പുകഴ്ത്താം. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവരൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവരൻ കാര്യം നടത്തിത്തരും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. കൂരിരുൾ പാതയതോ ക്രൂരമാം ശോധനയോ കൂടിടും നേരമതിൽ ക്രൂശിൻ നിഴൽ നിനക്കായി. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ ഓരോ വിഷമങ്ങളിലും നമ്മുടെ ഓരോ പ്രയാസങ്ങളിലും നമ്മുടെ ഓരോ സഹനങ്ങളിലും ദൈവത്തെ മറന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തി ദൈവമാർഗത്തിൽ നിന്നും പാവത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ മനുഷ്യ നീ ഓർക്കണം, നിന്നെ കാത്തു പരിപാലിക്കുന്ന, നിനക്കായി എല്ലാം ഒരുക്കി തരുന്ന ഒരു ദൈവമുണ്ട്. സഹനത്തിൽ അവിടുത്തെ സ്നേഹിക്കുവാനും പീഡകളിൽ
സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനും മെഴുകുതിരി ഉരുകി ഇറ്റിറ്റ് വീഴുന്നത് പോലെ വീഴുവാനും നിന്റെ ഹൃദയത്തിൽ നിന്നും പാവങ്ങളും വിഷമങ്ങളും ഉരുകി വീഴുവാനുമുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും പിതാവായ ദൈവത്തോടും പുത്രനായ ഈശോ മിശിഹായോടും പരിശുദ്ധാത്മാവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ സഹവാസത്താലും നമ്മ ഓരോരുത്തരെയും പൂർണ്ണരാക്കുന്നതിനും ബലഹീനതയിൽ പ്രവർത്തിക്കുന്നതിനും കൃപ നൽകുന്നതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം.